രക്തസാക്ഷി കുടുംബങ്ങൾ പോലും വെറുക്കുന്ന പാർട്ടിയായി CPM മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രക്തസാക്ഷി ഫണ്ട് തട്ടിയത് ചൂണ്ടിക്കാട്ടിയ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയ CPM അയ്യപ്പന്റെ സ്വർണം കെട്ടതിന് ജയിലിൽ കിടക്കുന്ന നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്നില്ലെന്നും VD സതീശൻ പറഞ്ഞു. പുതിയുഗ യാത്രയ്ക്ക് മട്ടന്നൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവർക്ക് പിന്നീട് രക്തസാക്ഷിയുടെ ഫണ്ട് എന്നിട്ട് അത് പറഞ്ഞ ആളെ അയാൾക്കെതിരെ നടപടിയെടുത്തു. അത് അതിനേക്കാൾ വലിയ അത്ഭുതം. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി ജയിലിൽ കിടക്കുന്ന 3 നേതാക്കന്മാർക്കെതിരായി അച്ചടക്ക നടപടിയില്ല. ഇവിടെ രക്തസാക്ഷി ഫണ്ട് അടിച്ചു മാറ്റിയ അത് പറഞ്ഞ ആൾക്കെതിരായി നടപടി. എന്തൊരു വൈരുദ്ധ്യമാണ്! ഇതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് നമുക്ക് മനസ്സിലായി. സാധാരണ ഗോവിന്ദൻ മാഷ് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതാണ് വൈരുദ്ധ്യാത്മകവാദം. 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരള ജനതയ്ക്ക് മേൽ കെട്ടിയേൽപ്പിച്ചാണ് പിണറായി പടിയിറങ്ങാൻ പോകുന്നത്. LDFന്റെ ദുർഭരണം തകർത്ത കേരളത്തെ രക്ഷിക്കാൻ UDF പദ്ധതി തയ്യാറാക്കും. വിദേശത്തേക്ക് ചേക്കേറുന്ന യുവാക്കൾക്ക് ഇവിടെ തൊഴിലവസരങ്ങൾ ഒരുക്കുമെന്നും സതീശൻ പറഞ്ഞു. സർക്കാരില്ലായ്മയാണ് ഇടതു സർക്കാരിന്റെ മുഖമുദ്ര. 9 വർഷമായിട്ടും കണ്ണൂർ വിമാനത്താവളത്തിന് ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ച സ്ഥലം ഏറ്റെടുക്കാതെ ജനങ്ങളെ സർക്കാർ ദുരിതത്തിലാക്കിയെന്നും VD സതീശൻ. തലമുറയ്ക്ക് വേണ്ടി കൂടിയുള്ള സർക്കാരായിരിക്കും. നമ്മുടെ മക്കൾക്കും നമ്മുടെ കൊച്ചുമക്കൾക്കും വേണ്ടിയുള്ള സർക്കാരായിരിക്കും. ഇവിടെ ഞാൻ മട്ടന്നൂരിൽ നിൽക്കുന്നു. ഞാൻ സർക്കാരില്ലായ്മ എന്ന് പറഞ്ഞില്ലേ ഒരു വാചകം. എയർപോർട്ടിന് വേണ്ടി വികസനം നടത്താൻ 100 കണക്കിന് ഏക്കറുകൾക്ക് നോട്ടീസ് കൊടുത്തു. നോട്ടിഫിക്കേഷൻ 2017. ഇതെത്രയാ? 2026. 9 വർഷമായി ഞാൻ അവിടെ പോയതാണ്. എയർപോർട്ടിനടുത്ത് ആ പാവങ്ങൾ അവിടെ കിടക്കുകയാണ്. ഇതുവരെ ഭൂമി സ്ഥലം ഏറ്റെടുപ്പ് പരിപാടികൾ നടന്നിട്ടില്ല. വീടുകൾ ഇടിഞ്ഞു പോകുന്നു. ഒരു വീട് വെക്കാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല, മകളുടെ കല്യാണത്തിന് ഒരു ലോൺ എടുക്കാൻ പറ്റില്ല. ഒരു അസുഖം വന്നാൽ, മാരകമായ ഒരു അസുഖം വന്നാൽ നമ്മളൊക്കെ വീട് പണയപ്പെടുത്തി പണമെടുത്തല്ലേ ചികിത്സിക്കുന്നത്. പറ്റുമോ? ഒരു വീട് ബാങ്കിൽ പോയി പണയപ്പെടുത്താൻ പോലും പറ്റാതെ കുറെ പാവങ്ങൾ. മുഖ്യമന്ത്രിയുടെ ജില്ലയാണത്രേ, മുഖ്യമന്ത്രിയുടെ ജില്ല. 9 വർഷമായി അവർ അവിടെ കിടക്കുക. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ TV രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. UDF കൺവീനർ അടൂർ പ്രകാശ്, ഷാഫി പറമ്പിൽ MP, CP ജോൺ, ഷാനിമോൾ ഉസ്മാൻ, PT മാത്യു, ചന്ദ്രൻ തില്ലങ്കേരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.